വെള്ളാപ്പള്ളിയുടെ ഒരു സംഭവബഹുലമായ വാർത്താ സമ്മേളനം കാണുകയാണ്. തുടക്കത്തിലെ ഒരു കാര്യം പറയാം. ഞാൻ 100% ഈ ജാതി, മത, സാമുദായിക നേതാക്കന്മാരോടെല്ലാം പരിപൂർണമായി വിയോജിക്കുന്ന ഒരാളാണ്. അത്തരം ആൾക്കാർ പറയുന്ന പലതിനെയും ഓൺ ചെയ്യാൻ ശ്രമിക്കാറില്ല. കാര്യം അവർക്കൊക്കെ പ്രത്യേക താല്പര്യമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനം, അതായത് കഴിഞ്ഞ ദിവസം ശിവഗിരിയിലുണ്ടായ ഒരു സംഭവം, റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറെ ഇദ്ദേഹം മൈക്ക് തട്ടി മാറ്റുന്നു. അദ്ദേഹം അതിൻ്റെ പിന്നാലെ ആ റിപ്പോർട്ടറോടും ഇദ്ദേഹം വല്ലാത്ത രീതിയിൽ പ്രകോപനത്തോടു കൂടി പെരുമാറുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണമായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. എന്താണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് എന്ന കാര്യം കേട്ടപ്പോൾ അദ്ദേഹം ഒരു റിപ്പോർട്ടറെ വർഗീയവാദി ചാപ്പ കുത്തുന്നുണ്ട്. അതൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരാൾ ചോദ്യം ചോദിച്ചു എന്ന് കരുതിക്കൊണ്ട്, അയാൾ പഴയ MSF കാരനാണെന്ന് കരുതിക്കൊണ്ട് അയാളെ ഒരിക്കലും വർഗീയവാദി ചാപ്പ കുത്തുന്നത് തന്നെ ചില കാര്യങ്ങളിൽ അദ്ദേഹം എന്താണോ അവർ പറയാൻ ശ്രമിച്ചത് ആ വിഷയത്തിൽ അദ്ദേഹത്തെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞേക്കാം. പക്ഷേ ആ കാര്യത്തിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. അതെല്ലാം നിങ്ങൾ ആ ഒരു വാർത്താ സമ്മേളനം കാണിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പക്ഷേ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതിനെ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ 2010 കാലഘട്ടത്തിൽ VS സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി UDF, അതായത് ലീഗും കോൺഗ്രസ് എല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ പോയി കാണുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ ഡീൽ ഉണ്ടാക്കുന്നു. പിന്നോക്കക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ സർക്കാരിനെ താഴെ ഇറക്കേണ്ടതുണ്ട് എന്നുള്ള ഡീൽ ഉണ്ടാക്കുന്നു. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെയെല്ലാം അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കുന്നു. അതിനുശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ പലതും പങ്കിട്ടെടുത്തതിൽ അതിൽ മുസ്ലിം ലീഗ് അവർ മതവും ജാതിയെ മുൻനിർത്തിക്കൊണ്ട് ഭൂരിപക്ഷം കൊണ്ടുപോയി എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനുണ്ട്. കാര്യം നമ്മൾ ഏതൊരു വിഷയത്തിലും രണ്ട് പക്ഷം കേൾക്കേണ്ടിയുണ്ട്. രണ്ട് പക്ഷത്തിൽ പറയുന്ന കാര്യത്തിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ, കാര്യം പങ്കിട്ടെടുക്കൽ, അതായത് ഈ പ്രാതിനിധ്യം ഉറപ്പാക്കൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ താക്കോൽ സ്ഥാനത്തിൽ വരെ ആളെ ഇരുത്താൻ അന്നത്തെ കാലഘട്ടത്തിൽ സമുദായങ്ങൾക്കെല്ലാം വലിയ സ്വാധീനമുണ്ടായിരുന്ന കാലഘട്ടമാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ ലീഗിന്റെ മന്ത്രിമാർ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ്, ആ വകുപ്പെല്ലാം കൈകാര്യം ചെയ്ത സന്ദർഭത്തിൽ ഈഴവർക്ക് വേണ്ടത്ര അവർ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇവർ കൊടുത്തിരുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തരത്തിലും കോളേജുകൾ അനുവദിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന കിട്ടിയില്ല എന്നുള്ളതാണ് ഇന്നിപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതിന് അദ്ദേഹം കുറച്ച് കോളേജുകൾ അനുവദിച്ചു കൊടുത്തതിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കേണ്ടത് ലീഗാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്. അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് നിന്നതിന് ശേഷം വെള്ളാപ്പള്ളിയെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടോ? ഇന്നലകളിൽ നിങ്ങൾ കൂട്ടുകച്ചവടക്കാരായിരുന്നു, ഇന്നിപ്പോൾ അദ്ദേഹം പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.